കോഴിക്കോട് കൊളത്തറയിൽ സ്കൂൾ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. 3 കുട്ടികൾക്ക് പരിക്കേറ്റുവെന്ന് വാർത്ത. ആദ്യം നമുക്ക് ആ ദൃശ്യത്തിലേക്കൊന്ന് പോകാം. തമ്മിൽ വലിയ വളവത്. രണ്ട് വളവിലും തമ്മിൽ പരസ്പരം കാണും ഡ്രൈവർ തമ്മിൽ. വണ്ടി എത്തിയ ലക്ഷം കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഒരു സ്പീഡ് ലിമിറ്റ് ബോർഡോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ട്രാഫിക്കിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു പ്ലീസ് ഓൺ ബോർഡൊക്കെ വെച്ചാൽ ഏറെക്കുറെ ഡ്രൈവറിന് ശ്രദ്ധ ഉണ്ടാവും. അപ്പം വലിയ പരിക്കില്ല. കുട്ടികൾ 4 ആൾക്ക് പരിക്കുണ്ട്. 2 ആളിപ്പോൾ ലേശം പരിക്കുള്ളൂ. 2 ആൾക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു സ്കൂൾ വണ്ടി കുട്ടികളില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഏറെ രക്ഷപ്പെട്ട്. അപ്പൊ അതിന്റെ ബാക്കിൽ കാറും ഇതിലിടിച്ചിട്ട് 3 വാഹനങ്ങളെ കൂട്ടിയിടിച്ചത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ ടെലിഫോണിൽ ചേരുന്നു. ഷഹദ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിച്ചത്? രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കൊളത്തറ ചുങ്കത്ത് ഫറോക്ക് ഭാഗത്തേക്ക് പോകുന്ന ഓക്സ്ഫോർഡ് എന്ന സ്വകാര്യ സ്കൂൾ ബസ്സും ഒപ്പം തന്നെ ഒളവണ്ണ ഭാഗത്തേക്ക് പോകുന്ന സ്കൂൾ ബസ്സുമാണ് ഈ കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നത്. 3 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ 3 വിദ്യാർത്ഥികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് 4 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു വിദ്യാർത്ഥിയെ പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് 2 സ്കൂൾ ബസ്സിന് പുറമെ ഒരു കാറിനും പരിക്കേറ്റിട്ടുണ്ട്. കാരണം ഈ ഒരു കാറ് സ്കൂൾ ബസ്സിന് പുറകിലായിരുന്നു. ആ കാറ് ഈ സ്കൂൾ ബസ്സിൽ ഇടിക്കുകയും ചെയ്തു ഈ അപകടത്തിനിടയിൽ എന്നുള്ളതും നമുക്ക് അവിടെ നിന്നും ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അപകടം ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് നാട്ടുകാർ പറയുന്നത് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്നുള്ളതാണ്. കൊടും വളവിൽ സിഗ്നൽ പോലും ഇല്ലാതെയാണ് അവിടെ വാഹനങ്ങൾ ചീറിപ്പായുന്നത് എന്ന കാര്യവും പറയുന്നുണ്ട്. അതുകൊണ്ട് തുടർച്ചയായി ഈ മേഖലയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യവും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്കിടയില്ല. ചെറിയ പരിക്കുകളാണ് പറ്റിയിട്ടുള്ളത്. അതിൽ ഒരു വിദ്യാർത്ഥി വീട്ടിലേക്ക് പോയി. ബാക്കി വിദ്യാർത്ഥികൾ 2 ആശുപത്രികളിലായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.